കള്ളം പറയുന്നു എന്തിനാ? പിന്നീട് ആളെ കണ്ടില്ലെന്നോ? ഒരു മാസം അവന് ബെഡ് റെസ്റ്റ് വേണം. അതിനുള്ള ചെലവ് കൂടെ നിങ്ങൾ വായിക്കേണ്ടി വരും. എന്തിനാ ഒരാള് ചുമ്മാ വണ്ടി ഇടിച്ചിട്ടിട്ട് എന്തിനാ? വെറുതെ വിടാൻ ഞാൻ നിശ്ചയിച്ചിട്ടില്ല. എന്തിനാ പോണോ? ഞാനും ഇവിടെ ഉള്ള തന്നെ, ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന തന്നെ. ഒരു പയ്യനെ ഇടിച്ചിട്ടിട്ട് ഇതാണ് പറയണത്. നിങ്ങളുടെ വണ്ടി ഇടിച്ചിട്ടില്ല, വണ്ടി മുട്ടിയതേ ഉള്ളൂ. മുട്ടിട്ടാണോ കൊച്ചിന്റെ കൈ ഇത്രയൊക്കെ ഒരഞ്ഞു വരുന്നത്? നിങ്ങളെ പോലെ ആള് തന്നെ. നിങ്ങൾ ഇത് തന്നെ ഡ്രസ്സൊക്കെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നോ? അതാണ് ഞാൻ മോൻ കണ്ടില്ലെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വന്നിട്ട് ഹെൽമെറ്റ് മാറ്റിയപ്പോ എനിക്ക് മനസ്സിലായി. ഇവിടെ എത്തിയപ്പോഴാണ് നിനക്ക് മനസ്സിലായത് ആൾ ഇതാണെന്ന്. നിങ്ങൾ ആദ്യം അവനെ ഇടിച്ചിട്ടിട്ട് ഇവ ഇവിടെ ഉണ്ടാ ചത്ത നോക്കാൻ വന്നായിരുന്നു. അങ്ങനെയൊന്നുമല്ല. പിന്നെ പക്ഷെ കൊച്ചു പറയുന്നത് നിങ്ങളാണെന്ന് പറഞ്ഞല്ലോ. എന്റെ തലയെ കൊണ്ടുവയ്ക്കുമോ? നിങ്ങൾ ഇടിച്ചിട്ടിട്ട് അവൻ ഇടിച്ചിട്ട് അവൻ കള്ളം പറയൂ. ഒന്ന് സഹായിച്ചതാണ് ഇപ്പൊ ഞാൻ കുറ്റത്തിലായി. നിങ്ങൾ ഇടിച്ചിട്ടിട്ട് സഹായിച്ചെന്ന് പറഞ്ഞ് എങ്ങനെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? കൊച്ചു പറയും അവൻ നോക്കുമ്പോ നിങ്ങളാണ് പോണത്. ഞാൻ ഇടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുവരാനുള്ള കാര്യമില്ല. ഞാൻ എന്റെ വണ്ടിയാണ് ഇടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ കൊണ്ടുവരാനുള്ള കാര്യമില്ല. അല്ല, നിങ്ങൾ പേടിച്ചിട്ട് ചെയ്തതാണെങ്കിലോ? എന്റെ വണ്ടി ഇടിച്ചിട്ടില്ല ഈ പയ്യനെ, ഞാൻ അവനെ സഹായിച്ചതാണ്. ഞങ്ങളുടെ കൊച്ചു കള്ളം പറയില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞാനാണ് തെറ്റുകാരൻ. നിങ്ങൾ അമ്മ പറയാം. അവൻ പറയില്ല ഇടിച്ചിട്ടെന്ന്. അവൻ പറഞ്ഞിട്ടുണ്ട്. ഇടിച്ചിടാതെ ഞാൻ കേൾക്കണോ?